ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ SLC പബ്ലിക് എക്സാമിന് ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ അല്ലേ? സോ എല്ലാവരും അടിപൊളി പ്രിപ്പറേഷനിലായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റ്സുകൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളിലെ മാർക്ക്, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ മാർക്ക് ഈ അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പല സ്കൂളുകളും അത് പബ്ലിഷ് ചെയ്തു. ഇനി ചെയ്യാനുള്ള സ്കൂളിൽ ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ചെയ്യുന്നതായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ 20-ലും അതേപോലെ 10-ലൊക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ 80 മാർക്കിന്റെ റിട്ടേൺ എക്സാമിന് 20 മാർക്ക് സിയും അതേപോലെ 40 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 10 മാർക്ക് സി മാർക്കാന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ കഴിഞ്ഞ വർഷങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം കുട്ടികൾക്കും മുഴുവൻ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വർഷവും നിങ്ങൾക്ക് എല്ലാവർക്കും മുഴുവൻ മാർക്ക് കിട്ടട്ടെ. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ 1-2 മാർക്ക് കുറഞ്ഞു പോയാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് റിട്ടേൺ പരീക്ഷയിൽ എഴുതിയെടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് എന്താ? നിങ്ങളെ ഗ്രേസ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ ഗ്രേസ് മാർക്കിന്റെ കാര്യത്തിൽ ഇപ്പൊ ഓരോ വർഷവും സർക്കുലറുകൾ വരാറുണ്ട്. ഈ 2025 SLC എക്സാമിന്റെ ഗ്രേസ് മാർക്കിന്റെ സർക്കുലർ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെ നാഷണൽ ലെവലിൽ എന്താ കായികമേള, സംസ്ഥാന കായികമേള, സംസ്ഥാന ശാസ്ത്രമേള, സംസ്ഥാന കലാമേള, അതേപോലെ സ്കൗട്ട് ഗൈഡ്, JRC, NCC പോലുള്ള സംഘടനകൾ അംഗമായിട്ടുള്ളവർ ഇവർക്കൊക്കെയാണ് 10ാം ക്ലാസ് എക്സാമിന് ഗ്രേസ് മാർക്ക് കൊടുക്കുക. ഇത് നിങ്ങളെ പരീക്ഷയിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിയുകയാണെങ്കിൽ ഇപ്പൊ B+ ആണ് ഒരു സബ്ജക്റ്റ് ഒരു കുട്ടിക്ക് കിട്ടിയതെങ്കിൽ ആ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യുകയാണെങ്കിൽ അത് A ഗ്രേഡ് ആയിട്ട് മാറും. അപ്പോൾ A ഗ്രേഡ് ആണ് ഒരു കുട്ടിക്ക് കിട്ടിയതെങ്കിൽ അത് A+ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് ഗ്രേസ് മാർക്ക് വർക്ക് ചെയ്യുന്നത്. പലർക്കും വിദ്യാധാരണകളുണ്ട്. ഇപ്പൊ എനിക്ക് C+ കിട്ടിക്കഴിഞ്ഞാൽ അത് നേരിട്ട് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ A+ ആവുക, അങ്ങനെ ആവുമൊന്നുമില്ല. C+ കിട്ടിയ ഒരു കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് അത് B ഗ്രേഡ് ആവുകയേ ചെയ്യുള്ളൂ. തൊട്ടടുത്ത ഗ്രേഡിലേക്കാണ് അത് ജമ്പ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഗ്രേസ് മാർക്കിനെ കുറിച്ച് ഏറ്റവും പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈസ് ചെയ്യേണ്ട ചാനൽ 10ാം ക്ലാസ്സിന്റെ ചാനൽ അത് ഉടനെ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാം, മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ 2025 SLC എക്സാം നമ്മൾ തകർക്കും.